ഹലോ നമസ്കാരം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് വൈരം എന്ന കെ മോസസ് നോവലാണ്. എല്ലാവർക്കും നോവലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ലോഹത്തിൽ ഉരയുന്ന ശബ്ദം. സെല്ലിൻ്റെ കൂറ്റൻ ഇരുമ്പുവാതിൽ വാർഡൻ വലിച്ചു തുറന്നു. സിമൻ്റ് തറയിൽ നീണ്ടു നിവർന്ന് അലുമിനിയം പാത്രം തലയ്ക്ക് വെച്ച് കിടക്കുകയാണ് അയാൾ. കൈകൾ കെട്ടി കണ്ണിന് മുകളിൽ വെച്ചിരിക്കുന്നു. ഉണർന്നു കിടക്കുകയാണോ ഉറങ്ങുകയാണോ എന്നറിയാതെ വാർഡൻ സംശയിച്ചു നിൽക്കുമ്പോൾ അയാളുടെ ചുണ്ടുകൾ ചലിച്ചു. പറഞ്ഞോ രാജപ്പ, ഇന്നെന്താണ് പണി? ഭദ്ര, നിന്നെ റിലീവ് ചെയ്തിരിക്കുന്നു, വാർഡൻ രാജപ്പൻ പറഞ്ഞു. ഭദ്രൻ കണ്ണുകൾക്ക് മുകളിൽ നിന്നും കൈയെടുത്ത് വാർഡനെ നോക്കി. എന്താ പറഞ്ഞത്? നിന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു. ഭദ്രൻ എഴുന്നേറ്റു. 6.5 അടി ഉയരമുണ്ട് അയാൾക്ക്. കഠിനമായി ജോലി ചെയ്തതുപോലെ ഉറച്ച് ഉരുക്കുപോലുള്ള നീണ്ട കൈകാലുകൾ. കുറ്റിത്തലമുടിയിലൂടെ കൈവിരലുകൾ ഓടിച്ച് അയാൾ വാർഡൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. ഭദ്രൻ്റെ ഓരോ കാലിലും 6 വിരലുകൾ വീതമുണ്ട്. അസാധാരണ വലിപ്പമുള്ള കാലുകൾ. ഭദ്രൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ വാർഡൻ രാജപ്പൻ പതറി. ഭദ്രൻ്റെ നെഞ്ചോളമേ അയാൾക്ക് വിരലുള്ളൂ. നീ എന്താ പറഞ്ഞത്? വാർഡൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ലോഹം കൂട്ടിമുട്ടുന്ന സ്വരത്തിൽ ഭദ്രൻ ചോദിച്ചു. അവൻ്റെ ഇടതൂർന്ന കൂട്ടുപുരുകങ്ങൾക്ക് താഴെ കുഴിയിൽ മാർബിളുകൾ പോലെ തോന്നിക്കുന്ന കണ്ണുകളിലേക്ക്, കവിളിൽ മുറിവ് തുന്നിയ പാടുകളിലേക്ക് നോക്കിയപ്പോൾ രാജപ്പൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു. സാറിൻ്റെ ശിക്ഷ കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് പോകാം. ബംഗ്ലാവിൽ നിന്നും കാറ് വന്നിട്ടുണ്ട്. സൂപ്രണ്ട് അദ്ദേഹം വിളിക്കുന്നു. അയാളുടെ ഭീതിയോടുള്ള സംസാരം കേട്ട് ഭദ്രൻ തണുത്തു. അയാൾ ചോദിച്ചു, ആര്? കോയാക്കുട്ടിയോ? വാർഡൻ ശിരസിളക്കി. അയാൾ കൊടുത്ത വസ്ത്രങ്ങൾ ഭദ്രൻ ധരിച്ചു. വാ. ഭദ്രൻ മുന്നിൽ നടന്നു. വലിയ ജീൻസും ഷർട്ടും ധരിച്ച ഒരു കുട്ടിയാനയെപ്പോലെ അയാൾ തോന്നിച്ചു. പിന്നിൽ വാർഡനും. തൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ സുഖമല്ലേ? ഭദ്രൻ ചോദിച്ചു. ഒരു മകനുള്ളത് മിലിറ്ററിയിലാണ്. ഭാര്യ കഴിഞ്ഞ ആഴ്ച ക്യാൻസർ വന്ന് മരിച്ചു. നല്ലത്. സൂപ്രണ്ടിൻ്റെ ഭാര്യയും മക്കളൊക്കെ സുഖമായിരിക്കുന്നോ? ഉവ്. അയാൾക്ക് 2 പെൺമക്കളുണ്ട് അല്ലേ? ഉണ്ട്. കോളേജിലാണ്. അവർ സൂപ്രണ്ടിൻ്റെ മുറിയിലെത്തി. സൂപ്രണ്ട് കോയാക്കുട്ടി ഭദ്രനോട് പറഞ്ഞു, ഇവിടെ ഒന്ന് ഒപ്പിട്ടര്. വലിയ ആളുകളുടെ കയ്യൊപ്പ് ഞങ്ങളുടെ റെക്കോർഡിൽ കിടക്കുന്നത് നല്ലതല്ലേ? സൂപ്രണ്ട് നീക്കിവെച്ച രജിസ്റ്ററിൽ അയാൾ ഒപ്പിട്ടു. മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇനിയും ഇങ്ങോട്ട് വരാതിരിക്കാം. ചർച്ചിൽ രംഗരാജൻ്റെ മകനാണുള്ളതെന്ന് നിൻ്റെ ഭാവം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അപ്പം ഗുണ്ടായസം കാണിച്ചത് അന്ധകാലത്ത്. അത് കണ്ട് മകൻ വളയമില്ലാ ചാട്ടൻ ചാടിയാലുണ്ടല്ലോ, ഇന്നത്തെ പോലീസുകാർ ചുണക്കുട്ടികളാണ്, പിടിച്ചകത്താക്കും. സൂപ്രണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. കോയക്കുട്ടി, ഭദ്രൻ വിളിച്ചു. സൂപ്രണ്ട് രോക്ഷത്തോടെ ചാടി എണീറ്റു. എൻ്റെ സെല്ല് പൂട്ടണ്ട, ഞാനിങ്ങോട്ട് വരും. ഇവിടെ വന്ന് വിശ്രമിച്ചപ്പോൾ എൻ്റെ ശരീരം നന്നായി. ഇത് കണ്ടോ? അയാൾ കൈകൾ വിരിഞ്ഞ മുഷ്ടി ചുരുട്ടി ഉറച്ച മാംസപേശികളും മസിലുകളും കാണിച്ചു. സൂപ്രണ്ട് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുമ്പോൾ അയാൾ തുടർന്നു. എന്നെ ഇതിനകത്തിട്ട് കുറേ തല്ലിച്ചതച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടു. ഇത് തൻ്റെ ലോകം. എൻ്റെ ലോകം പുറത്താ. താൻ അങ്ങോട്ട് വാ. തനിക്കും ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എടാ, നിന്നോടല്ലേ? സൂപ്രണ്ട് അവൻ്റെ നേരെ ശബ്ദമുയർത്തി. അത് ശ്രദ്ധിക്കാതെ മുഖത്തു വന്നിരുന്ന ഒരു ഈച്ചയെ കൈപ്പത്തി കൊണ്ട് ശബ്ദം കേൾപ്പിച്ച് അടിച്ചുവന്ന് വിരലുകൾക്കിടയിലിട്ട് തിരുമ്മി അരച്ചുകൊണ്ടവൻ തുടർന്നു. പിന്നെ ASP മനു എന്നെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചതിന് അവനാണ്. ഇപ്പോഴവന് റൂറൽ SP ആയി പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. മിടുക്കൻ. ചെറുപ്പത്തിലെ വലിയവനായിരിക്കുന്നു. ചാർച്ചിലിൻ്റെ മകനെ ശിക്ഷിച്ചത് ചെറിയ കാര്യമാണോ? പക്ഷെ അവൻ്റെ തല പോകും. അതെനിക്ക് വേണം. ഭദ്രൻ ചിരിച്ചു. എനിക്ക് നിങ്ങളെ ബംഗ്ലാവിൻ്റെ മുന്നിലെ സിംഹത്തിൻ്റെ പ്രതിമ മാറ്റി അവിടെ അവൻ്റെ തല വയ്ക്കണം. സെല്ല് പൂട്ടല്ലേ? വരട്ടെ. അയാൾ കൈ ഉയർത്തി വിരലുകൾ അനക്കി യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. വാതുക്കലെത്തിയ ഭദ്രൻ തിരിഞ്ഞു നിന്ന് സൂപ്രണ്ടിനെ നോക്കി. ജയിലിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് സൂക്ഷിച്ചു വേണം. പുറത്ത് ഭദ്രനുണ്ട്. സ്തുതി ഭദ്രമല്ല.
അത്രയും പറഞ്ഞിട്ട് അയാൾ വാതിൽ കടന്നു പോയി. സൂപ്രണ്ട് മരവിച്ച് നിന്നു. കസേരയിൽ ഇരുന്നിട്ട് ഇരിപ്പുറപ്പിച്ചില്ല. ഭാര്യയും കുട്ടികളെയും ഓർത്തു. 2 പെൺകുട്ടികളാണ്, കോളേജ് കുമാരികൾ, സുന്ദരികൾ. അവനെ ഈ തെണ്ടി കണ്ടാൽ ഒരിക്കലും ജയിലിന് പുറത്ത് വിടരുതാത്ത ക്രിമിനലാണവൻ. അവൻ നാട്ടിലുള്ളപ്പോൾ ആർക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. പെണ്ണുങ്ങൾ അവൻ്റെ ഒരു ദൗർബല്യമാണ്. അതാരാണെന്ന് അവനൊരു പ്രശ്നമേ അല്ല. തല്ലാനും കൊല്ലാനും മടിയില്ല. ഏതാൾക്കൂട്ടത്തിൽ വെച്ചും സ്ത്രീകളെ അപമാനിക്കാൻ മടിയില്ല. ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ട ആദ്യം അവളോട് അനുനയത്തിൽ ചോദിക്കും. കുടുംബത്തിൽ പിറന്ന അവൾ അവൻ്റെ കരണത്തടിക്കുകയോ അവൻ അവഗണിച്ച് നടക്കുകയോ ചെയ്യും. രണ്ടായാലും അവനോടൊപ്പമുള്ള ഗുണ്ടകളെടുത്ത് വണ്ടിയിലിടും. അങ്ങനെ ഒരു പെൺകുട്ടിയെ കൊന്ന കേസിലാണ് ബദറിനെ ASP മനു അറസ്റ്റ് ചെയ്തത്. ബദറിൻ്റെ അപ്പൻ ചർച്ചിൽ രംഗരാജൻ മനുവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. ലക്ഷക്കണക്കിന് പണവും എസ്റ്റേറ്റുകളും വാഗ്ദാനം ചെയ്തതാണ്. മനു അണുവിട വിട്ടുകൊടുത്തില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ ബദറിന് വധശിക്ഷ കൊടുക്കാനാണ് വിധിച്ചത്. പക്ഷേ ചാർച്ചിലിന് ഡൽഹിയിൽ നിന്ന് വന്ന ക്രിമിനൽ അഡ്വക്കേറ്റ് അയാളെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി. ജയിലിലെ മകന് VIP ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ചാർച്ചിൽ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയത്. താൻ സമ്മതിച്ചില്ല. അതിൻ്റെ പകയുണ്ട് അവന് തന്നോട്. താൻ നിയമം നടത്തി, സത്യത്തിന് കൂട്ടുനിന്നു. അതിൻ്റെ പ്രതിഫലം അള്ളാഹു തരും. റബ്ബുൽ ആലമീനായ റഹ്മാൻ കൈവിടില്ല. സൂപ്രണ്ട് കോയക്കുട്ടി പ്രാർത്ഥിച്ചു. കൂറ്റൻ മതിൽക്കെട്ടിന് പുറത്തേക്കുള്ള വാതിൽ തോക്കുധാരിയായ പറാവുകാരൻ തുറന്നപ്പോൾ ബദറിൻ ഒരു കിളിക്കൂട്ടിൽ നിന്നും പുറത്തേക്ക് തലയിട്ടതുപോലെ നോക്കി. വെളിയിൽ ഫോറിൻ കാർ, പിന്നിൽ 4 ജീപ്പുകൾ, അതിൽ നിറയെ ആളുകൾ. അയാൾ പെട്ടെന്ന് പറാവുകാരൻ്റെ തോക്ക് തട്ടിപ്പറിച്ചു. ബയണറ്റ് അവൻ്റെ കഴുത്തിൽ മുട്ടിച്ചു. അയ്യോ സാർ! അയാൾ കൈകൾ ഉയർത്തി നിലവിളിച്ചു. കൊല്ലല്ലേ സാർ, ഞാനൊരു പാവാണേ. ബദറൻ പുഞ്ചിരിച്ചു. തോക്ക് അയാൾക്ക് കൊടുത്തു. തമാശ കാണിച്ചതല്ലടോ. ബദറൻ അയാളുടെ പുറത്തു തട്ടി. അയാൾ ബദറിനെ നേരെ മിഴിച്ചു നോക്കി. ബദറൻ വെളിയിലേക്കിറങ്ങി. ശരീരമിളകി പുറത്തെ വായു ശ്വസിച്ചു. ആകാശവും മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം നോക്കിക്കണ്ട്. കാറിൽ നിന്നും ചർച്ചിൽ രംഗരാജൻ ഇറങ്ങി. മധ്യവയസ്കനായ അജാനുബാഹു. അപ്പാ! മകൻ ഓടിച്ചെന്നു. ഇരുവരും കെട്ടിപ്പിടിച്ചു. വാ, കാറിൽ കയറി, നമുക്ക് ബംഗ്ലാവിലേക്ക് പോകാം. മോൻ മെലിഞ്ഞു പോയല്ലടാ. ചാർച്ചിൽ മകനെ കാറിനടുത്തേക്ക് നടത്തി. വേണ്ടപ്പാ, ഞാൻ നടന്നോളാം. ടൗണിൽ കൂടെ സ്വാതന്ത്ര്യത്തോടെ നടന്നിട്ട് എത്ര നാളായി. അയാൾ നടന്നു. ജീപ്പിൽ നിന്നിറങ്ങിയ ഗുണ്ടകളെ കണ്ടപ്പോൾ അവന് സന്തോഷമായി. പാക്കറിനും മമ്മൂഞ്ഞും തോമാച്ചനും പീതാംബരനും ഉണ്ടല്ലോടെ. അവനവരുടെ തോളത്ത് തട്ടി സുഖം തന്നെയല്ലേടേ എന്ന ഭാവത്തിൽ ചിരിച്ചു. പട്ടയൊന്നുമില്ലടേ. ഉണ്ട്. ഒരുവൻ എലിയിൽ നിന്നും ഒരു കുപ്പിയെടുത്തു. ബദ്രൻ അത് വായിലേക്ക് കമത്തി മടുമട കുടിച്ചു. കുപ്പി റോഡിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു. ജയിലിൽ ബാറില്ലടോ. വേണ്ട, ഒരു പട്ടക്കടയെങ്കിലും തുടങ്ങിക്കൂടെ? പകലന്തിയോളം പണിയെടുക്കുന്നവനൊന്ന് തൊണ്ട നനയ്ക്കാൻ ഇവരൊന്നും നന്നാകുകയില്ല. ബദ്രൻ നിരത്തിലൂടെ നടന്നു. ഫോറിൻ കാറും 4 ജീപ്പുകളും നിരനിരയായി പിറകെ. നഗരത്തിലെ ആളുകൾ ആ കാഴ്ച കണ്ട് നോക്കിയിരുന്നു. അത് ബദ്രനാ, ഒരു പെണ്ണിനെ പട്ടാപ്പകലിനെ കുത്തിക്കുന്നവൻ. ആരോ വിളിച്ചു പറഞ്ഞു. സ്ത്രീകൾ ഭയന്നു മാറി. ആ ക്രൂരനെ പറ്റി പത്രങ്ങളിൽ ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും വിധി വന്നപ്പോഴും. തന്നെ കാണുന്നതിനും റോഡിനിരുവശത്തും നിൽക്കുന്നവരെ നോക്കി ബദ്രൻ വിളിച്ചു പറഞ്ഞു. ഞാനിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഉടനെ തിരിച്ചു പോകണം. മുറി പൂട്ടാണ്ടാ വന്നിരിക്കണേ. ആ ഭാവം കണ്ട് അവർ ഭയന്നുപോയി. റൂറൽ SP മനു ശങ്കറിൻ്റെ ഓഫീസിലെ ഫോൺ ശബ്ദിച്ചു. യെസ്, SP മനു ശങ്കർ. മനു അറ്റൻഡ് ചെയ്തു. മോനെ, അമ്മയാ. അമ്മയുടെ പരിഭ്രാന്തമായ ശബ്ദം. എന്താണ് അമ്മ ശബ്ദം വല്ലാതിരിക്കുന്നത്? തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടില്ലേ? തലവേദന വരുന്നതേ ഉള്ളൂ കുട്ടി. എന്താണ് അമ്മ, പറയൂ. മോൻ പിടികൂടി ശിക്ഷിച്ചില്ലേ? ആ കൊലയാളി ശിക്ഷ കഴിഞ്ഞ് വന്നു. എനിക്കറിയാം, ഭദ്രൻ. അവൻ്റെ ശിക്ഷയുടെ കാലാവധി ഇന്ന് തീർന്നു. മനു പറഞ്ഞു. അവനെൻ്റെ കുട്ടിയോട് പകയുമായി വരുമോയെന്ന് എൻ്റെ പേടി. അമ്മയുടെ ശബ്ദം. ഈ മനുവിനെ ആരും ഒന്നും ചെയ്യില്ല അമ്മേ. അമ്മയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. അമ്മ ധൈര്യമായിട്ടിരിക്കും.
എനിക്ക് കുമാരി അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് മോനെ കൂടുതൽ പേടി. അവർക്ക് മൂത്ത മകൾ നഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ളതും പെൺകുട്ടികളാണ്. ഗീതയെ അഭദ്രനെതിരെ സാക്ഷി പറഞ്ഞത് മോനറിയാലോ. മറ്റെല്ലാ സാക്ഷികളെയും ചാർച്ചിൽ രംഗരാജൻ വിലയ്ക്ക് വാങ്ങി. ചാർച്ചിലിൻ്റെ പണത്തിനും ഭീഷണിക്കൊന്നും ആ കുട്ടി വഴങ്ങിയില്ല. ജയിലിൽ നിന്നിറങ്ങിയ ആദ്യ പ്രതികാരം ചെയ്യുന്നത് അവളോടാണെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കുമാരിയമ്മ ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകുട്ടി. പെറ്റു 10-28 വയസ്സുവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ കുട്ടികളെ പട്ടാപ്പകൽ കൊല ചെയ്യുമെന്നും ഭീഷണിയുണ്ടായാൽ ഏതമ്മയെ സഹിക്കുക? എനിക്കറിയാമേ, അവർക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. മനു ഫോണ് വെച്ചു. ഭദ്രൻ അവനെ പിടികൂടിയ രംഗം മനു ഓർത്തു. അമ്മയുടെ പഴയ ക്ലാസ്മേറ്റും കൂട്ടുകാരിയുമാണ് കുമാരിയമ്മ. വളരെ സാധുക്കൾ. ഭർത്താവ് രോഗം വന്ന് മരിച്ചു. 4 പെൺകുട്ടികളാണ്. രാധി, ഗീതു, ഇന്ദു, ബിന്ദു. ഏറ്റവും ഇളയവതാണ് ഗോപു. കുമാരിയമ്മയും രോഗിയാണ്. കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ്, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ് SLC കഴിഞ്ഞ ഉടനെ അവൾ ടൗണിലെ ഗാർമെൻറ്റ്സ് കമ്പനിയിൽ ജോലിക്ക് പോയത്. ചർച്ചിൽ രംഗരാജൻ്റെ നഗരമാണത്. സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ഭദ്രൻ കണ്ടാൽ ഓടി ഒളിച്ചു കളയും. അല്ലെങ്കിൽ അയാളും ഗുണ്ടകളും പിടികൂടി ജീപ്പിലിട്ട് കൊണ്ടുപോയി കളയും. ഗ്രാമത്തിൽ നിന്നും വന്ന രാധിക ഭദ്രനെ അറിയില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുമ്പോൾ അതിസുന്ദരിയായ രാധികയെ ഭദ്രൻ കണ്ടു. തൻ്റെ കയ്യിൽ കയറി പിടിച്ച അയാളെ അവൾ ചെരുപ്പൂരി അടിച്ചു. അയാളുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. ആ ഷോക്കിൽ നിന്ന് അയാൾ ഉണരുമ്പോൾ അവളെ ബസ്സിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം രാധി കൂട്ടിന് അനുജത്തി ഗീതയെ കൂടി കൂട്ടിക്കൊണ്ടുവന്നു. 100ഓളം പേര് കുട്ടിയുടുപ്പുകൾ തയ്ക്കുന്ന ഹാളിലേക്ക് കലികയറിയ ഭദ്രനും ഗുണ്ടകളും വന്നു കയറി. മിഷ്യനുകൾ തല്ലിത്തകർത്തു. ഭയന്നോടിയ പെൺകുട്ടികൾക്കിടയിൽ നിന്നും അയാൾ രാധികയെ പിടികൂടി. ഗീതി അയാളെ പിറകിൽ നിന്നും തല്ലി. അയാൾ അവളെ എടുത്ത് തയ്ച്ചു കൂട്ടിയ ഉടുപ്പുകൾക്കിടയിലേക്ക് എറിഞ്ഞു. ഗീതി കയ്യിൽ കിട്ടിയ കത്രിക കൊണ്ട് അയാളെ ആക്രമിച്ചു. അയാളുടെ മുഖം മുറിഞ്ഞു. ചോര കൊണ്ട് ഭയന്ന ഗീതി കത്രിക ഉപേക്ഷിച്ചോടി. ആ കത്രിക കൈക്കലാക്കി ഭദ്രൻ പിന്നാലെ എത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാധികയെ ഭദ്രൻ്റെ ഗുണ്ടകൾ തടഞ്ഞു. ഓടിയെത്തിയ ഭദ്രൻ അവളെ മുടിയിൽ പിടിച്ച് വലിച്ചുയർത്തി കത്രിക കൊണ്ട് കുത്തി. ഭദ്രൻ പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോൾ ആളുകളെല്ലാം ഓടിമറിഞ്ഞിരുന്നു. ഓടി വന്ന ഗീതി ചേച്ചി കുത്തുകൊണ്ട് വീഴുന്നത് കണ്ടു. അപ്പോഴവിടെ എത്തിയ സബ് ഇൻസ്പെക്ടർ അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഭദ്രനും ഗുണ്ടകളും അയാളെയും ഡ്രൈവറെയും തല്ലി. വിവരം കിട്ടിയ ഉടൻ മനുശങ്കർ ചെന്നു. ചാർച്ചിൽ ജ്വല്ലറി എന്ന അയാളുടെ സ്വർണ്ണക്കടയിലിരിക്കുകയായിരുന്നു അപ്പോൾ ഭദ്രൻ. ജീപ്പ് നിർത്തി വിലങ്ങുമായി ഇറങ്ങിച്ചെന്ന ASPയെ ഭദ്രൻ ചീത്ത വിളിച്ചു. മനു സ്വർണ്ണക്കടയിലിട്ട് ഭദ്രനെയും ഗുണ്ടകളെയും ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തി. ഭദ്രനെ ഇടിച്ചു നുറുക്കി. അവൻ്റെ വലതുകാലും ഇടതുകൈയും കൂടി വിലങ്ങിട്ടു. തകർന്ന ചില്ലുകളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ഇടയിൽ കിടന്ന ഭദ്രനെ ശരീരമാകെ മുറിഞ്ഞിരുന്നു. മനുശങ്കറിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു. പോലീസുകാർ ഭദ്രനെ എടുത്തിട്ട് ജീപ്പിലേക്കിട്ടു. ജാമ്യം പോലും കിട്ടാത്ത വിധത്തിലാണ് ഭദ്രനെതിരെ കേസ് ചാർജ് ചെയ്തത്. ഭദ്രനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നാണ് മനു പ്രതീക്ഷിച്ചത്. പക്ഷെ തലമുടിനാരിൻ്റെ വ്യത്യാസത്തിൽ അവൻ തൂക്കിൽ നിന്നും രക്ഷപ്പെട്ടു. വിധി കേട്ട് കൂട്ടിൽ നിന്നിറങ്ങി സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയത് ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. ഭദ്രൻ ജയിലിൽ കിടന്ന് ചാവില്ല, തിരിച്ചു വരും. അവൻ ഇപ്പോൾ വന്നിരിക്കുന്നു. ഭദ്രൻ ചർച്ചിലിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ മനുശങ്കർ CI രാജേന്ദ്രനെ ഏർപ്പെടുത്തി. 2 മണിക്കൂർ കഴിഞ്ഞ് CI രാജേന്ദ്രൻ്റെ മെസ്സേജ് വന്നു. ഭദ്രൻ കൊല്ലപ്പെട്ട രാധികയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തനിച്ചാണോ? അല്ല, 4-5 ഗുണ്ടകളുണ്ട്. ഞാനിതാ വരുന്നു. രാജേന്ദ്രൻ പോലീസുകാരുമായി തയ്യാറായി നിൽക്കണം. മനുടൻ പുറത്തു വന്ന് കാറിൽ കയറി. ജീപ്പിനടുത്ത് പോലീസ് തയ്യാറായി നിന്നിരുന്നു. നിങ്ങളാരും വരണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം. മനു അവരോട് പറഞ്ഞിട്ട് കാർ വിടാൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. വയർലെസ് ഓൺ ചെയ്തു. കാർ അതിവേഗം പായുകയായിരുന്നു. വലതുവശത്തെ റബ്ബർ എസ്റ്റേറ്റ് ചർച്ചിൽ രംഗരാജൻ്റേതാണ്. ഇടതുവശത്ത് കൃഷിസ്ഥലങ്ങൾ. കാർ അതിവേഗം പായുമ്പോൾ വലതുവശത്തു നിന്നും 2 റബ്ബർ മരങ്ങൾ മുന്നിലേക്ക് മറിഞ്ഞു വീണു. ഡ്രൈവർ ബ്രേക്ക് ചെയ്തു. ഒരു നിമിഷം താമസിച്ചിരുന്നെങ്കിൽ കാറ് മരത്തിലിടിക്കുമായിരുന്നു.
അല്പം വേദന കൂടിയിരുന്നെങ്കിൽ മരങ്ങൾ കാറിന് മുകളിൽ വന്ന് വീഴുമായിരുന്നു. മനു സംശയിച്ചപ്പോൾ ചുറ്റും നോക്കുമ്പോൾ റോഡിലേക്ക് പാലം പോലെ കിടന്ന മരത്തിലൂടെ ഭദ്രൻ റബ്ബർ പാൽ ഒഴുകുന്ന മഴവുമായി നടന്നു വരികയായിരുന്നു. ഭദ്രൻ വെട്ടിയിട്ട മരത്തിലൂടെ നടന്ന് കാറിന് മുന്നിലെത്തി. അയാൾ മഴയൊന്ന് വീശിയപ്പോൾ ഒരു ശിഖരം അറ്റുവീണു. കാറിന് മുന്നിൽ ഒരു മഹാമേരു പോലെ ഭദ്രൻ ചർച്ചിൽ നിന്നു. അയാളെ കണ്ടപ്പോൾ ഡ്രൈവർ പിന്നോട്ട് തിരിഞ്ഞു നോക്കി പറഞ്ഞു, സർ ഭദ്രൻ. അവനെന്തോ കൽപ്പിച്ചുറച്ച മട്ടാണ്. പോലീസിനോട് അവന് പകയുണ്ട്. SP മനു ശങ്കർ വയർലെസ്സിലേക്കൊന്ന് നോക്കി. അതിൽ നിന്നും കേൾക്കുന്ന സന്ദേശങ്ങളിലൊന്നും ഭദ്രൻ ഇവിടെയാണെന്നില്ല. CI രാജേന്ദ്രന് എവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു. മനു ശങ്കർ കാറിൽ നിന്നിറങ്ങി ഭദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. കറുപ്പ് പോലൊരു വസ്തു അയാളെ ചവയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചിങ്കിടികൾ 4-5 പേർ അടുത്തു വരുന്നുണ്ട്. ഇത്രയും നാളും ജയിലിൽ കിടന്നത് പോരടാ നിനക്ക്? മനു ശങ്കർ ചോദിച്ചു. ഭദ്രൻ മനുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. റൂറൽ SP മനു ശങ്കർ IPS. അയാൾ വികൃതമായിട്ടൊന്ന് ചിരിച്ചു. ചർച്ചിലിൻ്റെ മകനെ ശിക്ഷിച്ചിട്ട് സുഖമായിട്ട് കഴിയാമെന്ന് നീ കരുതിയടാ? ഭദ്രൻ അലറി. ഭദ്ര, മര്യാദയ്ക്ക് മരം വെട്ടി മാറ്റ്. അതാണ് നിനക്ക് നല്ലത്. എൻ്റെ സ്വഭാവം നിനക്കറിയില്ല, മനു മുന്നറിയിപ്പ് കൊടുത്തു. ഇതേ സമയം 2 ഇടത്തു നിന്നും വാഹനങ്ങൾ വരാൻ തുടങ്ങി. മരമല്ല, നിന്നെയാണ് ഞാൻ മുറിച്ചു മാറ്റുന്നത്. ഇത്രയും നാളും എന്നെ ജയിലിൽ കിടത്തിയതിൻ്റെ ശിക്ഷ ഞാൻ നിനക്ക് തരികടാ മനു ശങ്കര. ഭദ്രൻ അലറിക്കൊണ്ട് കോടാലി വീശി. ഭദ്രൻ നിർത്ത്, മനു നിർദ്ദേശിച്ചു ഒഴിഞ്ഞു മാറിക്കൊണ്ട്. നിന്റെ തല ഞാൻ എൻ്റെ വീടിന് മുന്നിൽ വെക്കും. അയാൾ വീണ്ടും കോടാലി വീശി. വാഹനങ്ങൾ ഇരുവശത്തും വന്നു നിന്നു. യന്ത്രങ്ങളുടെ മുരൾച്ച, ഹോണടി. മനു റിവോൾവർ എടുത്തു. ഒറ്റവടിക്ക് ഭദ്രൻ്റെ കയ്യിലിരുന്ന മഴു തെറിച്ചുപോയി. ഛിന്ന ഭിന്നമായി മഴുക്കയുടെ ഒരു ഭാഗം മാത്രം അയാളുടെ കയ്യിലിരുന്നു. നിന്നോട് കായികമായി നേരിടാൻ എനിക്ക് കഴിയുകയില്ലെന്ന് കരുതിയ? റിവോൾവർ ഉറയിലിട്ട് മനു ഭദ്രനെ അടിച്ചു. ഗുണ്ടകൾ മനുവിനെ വളഞ്ഞു. ഭദ്രനെയും ഗുണ്ടകളെയും മനു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു. സംഘട്ടനത്തിനിടയിൽ മനുവിൻ്റെ തൊപ്പി തെറിച്ചുപോയി. യൂണിഫോം കയറി. റോഡിൽ നിന്നും മാറി തൈത്യങ്ങൾ വളരുന്ന പറമ്പിൽ പൊരിഞ്ഞ സംഘട്ടനം. മനു ശങ്കർ ഭദ്രനെ അടിച്ചു വീഴ്ത്തി. അവർ വീണപ്പോൾ പുക പോലെ പൊടി ഉയർന്നു. പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു. CI രാജേന്ദ്രനും പോലീസുകാരും ഓടി വന്നു. ഗുണ്ടകളെ പിടികൂടി. മനു ഭദ്രനെ എടുത്ത് രാജേന്ദ്രൻ്റെ കാൽ ചുവട്ടിലേക്ക് ഇട്ടു. അവനെ വണ്ടിയിലെടുത്തിട്ട്. സർ, രാജേന്ദ്രൻ സല്യൂട്ട് ചെയ്തു. സർ, ഞങ്ങൾ ഇവനെ ജീപ്പിൽ പിന്തുടരുകയായിരുന്നു. ഒരിടത്ത് വെച്ച് ജീപ്പ് കണ്ടില്ല. മറ്റൊരു ജീപ്പ് ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തെറ്റ് മനസ്സിലായത് സർ. സാറിന് എന്തെങ്കിലും പറ്റിയോ? ഐ ആം ഓൾ റൈറ്റ്. മനു ഭദ്രൻ്റെ കോളറിൽ പിടിച്ചുയർത്തി. നിനക്കെൻ്റെ തല വേണമല്ലേ? പോലീസും നിയമവും നിനക്ക് പുല്ലല്ലേ? മനു അവൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചു. അവൻ്റെ കടവായിലൂടെ ചോര ഒഴുകി. അവൻ്റെ മുഖത്തും തലയിലും മണൽത്തരികൾ പുതഞ്ഞിരുന്നു. വായിൽ ചോര നിറഞ്ഞപ്പോൾ അയാൾ മനുവിൻ്റെ മുഖത്തേക്ക് തുപ്പി. റാസ്കൽ. CI രാജേന്ദ്രനും പോലീസുകാരും കൂടി അവനെ ഇടിച്ചു. കാഴ്ചക്കാർക്ക് നല്ലൊരു അനുഭവമായിരുന്നത്. കുട്ടിയാനയെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ പോലീസ് ഭദ്രനെ പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി. എന്നെ തൊടുന്ന എല്ലാവരും ഓർത്തോ? ഭദ്രൻ ചാർച്ചിലിനെ പുള്ളുവെന്ന്. ഭദ്രൻ കുതിറിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി. മിണ്ടാതിരിയടാ, CI രാജേന്ദ്രൻ മുരണ്ടു. രാജേന്ദ്ര, നീ വെറും സർക്കിളാ, അതോർത്തോ? ഭദ്രൻ CIയോട് പറഞ്ഞു. CI ദേഷ്യത്തോടെ റിവോൾവർ എടുത്തു. വെടിവയ്ക്കേ, എങ്കിലും അന്തസ്സുള്ള തന്തയ്ക്ക് ജനിച്ചവനാ താനെന്ന് ഞാൻ പറയും. താൻ വെടിവയ്ക്കില്ലടാ, തൻ്റെ തൊപ്പി പോകും. ആ തോക്കിങ് താ, ഞാൻ കാണിച്ചു തരാം തൻ്റെ തലക്കകത്തൂടെ മിസൈൽ പോകുന്നത്. ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അയാൾ വായിൽ നിറഞ്ഞ ചോര തുപ്പി. ഇതിനിടെ ആരൊക്കെയോ മരങ്ങൾ വെട്ടിമാറ്റിയിരുന്നു. സൈറൺ മുഴക്കി SP കാർ പാഞ്ഞുപോയി. പിന്നാലെ പോലീസ് ജീപ്പ്. റവൽ ക്രോസിനടുത്ത് വാഹനങ്ങൾ നിന്നു. ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ട്രെയിനിൻ്റെ വിസിൽ അകലെ നിന്നും കേൾക്കാം. ജീപ്പിൽ നിന്നും ഭദ്രനും ഗുണ്ടകളും പോലീസുകാരും തിങ്ങിത്തിതുങ്ങിയിരിക്കുകയായിരുന്നു. ജീപ്പ് നിന്നപ്പോൾ ഭദ്രൻ തൻ്റെ ആളുകളെ കണ്ണു കാണിച്ചു. മുൻസീറ്റിലിരുന്ന CI രാജേന്ദ്രൻ്റെ പിൻകഴുത്തിലൊരു ഇടി ഭദ്രൻ കൊടുത്തു. അപ്രതീക്ഷിതമായ ആ ഇടിയിൽ തലയ്ക്കകത്ത് 2 നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ചതുപോലെ തീപ്പൊരി CIയുടെ കണ്ണുകളിലുണ്ടായി.
പോലീസുകാരെ തള്ളിച്ചാടിച്ച് ഗുണ്ടകൾ വെളിയിലേക്ക് കുതിച്ചു. ഒപ്പം ഭദ്രനും. മറുവശത്തു കൂടി CI ഇറങ്ങുന്നത് കണ്ട് ഭദ്രൻ ജീപ്പിൻ്റെ അടിയിൽ പിടിച്ച് ഉയർത്തി അയാളുടെ മുകളിലേക്ക് മറിച്ചിട്ടു. പിന്നിൽ മാരുതി ജിപ്സിയുടെ കോളേജിൽ 2 ചെത്തുവീരന്മാർ ഇരുന്ന് ആടുന്നു. മൈക്കൽ ജാക്സന്റെ ഏറ്റവും പുതിയ ഡേഞ്ചറസ് സ്റ്റീരിയോയിലൂടെ മുഴങ്ങുന്നു. 4-5 പേർ പോലീസ് ജീപ്പ് മറിക്കുന്നത് കണ്ടപ്പോൾ അവൻ അന്തം വിട്ടുപോയി. ഭദ്രൻ അവരുടെ നേരെ വന്ന് ഒരാളെ പിടികൂടി. അവനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വലിച്ചെടുത്ത് അടുത്ത് കിടന്ന പച്ചക്കറി കയറ്റിയൊക്കെ ടെമ്പയ്ക്കുള്ളിലേക്കിട്ടു. അപ്പോഴേക്കും മറ്റൊരാളെ ഒരുവനെടുത്ത് ഓടയിലേക്ക് ഇട്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് അവർ ജിപ്സിയിൽ കയറി. ഭദ്രൻ ജിപ്സി മുന്നോട്ടെടുത്തു. ഇടയ്ക്ക് കൂടി കയറി വന്ന ഒരു ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. SP മനു ശങ്കർ ഓടിയെടുത്തപ്പോഴേക്കും ജീപ്പ് റെയിൽവേ ലൈനിലൂടെ ഓടിക്കയറി. നിലവിളി കേട്ടാണ് മനു അപകടം മണത്തറിഞ്ഞത്. മൈലുകൾക്ക് മുകളിലൂടെ ജിപ്സി ഓടി. സ്ലീപ്പറുകൾക്ക് മുകളിലൂടെ തെറിച്ച് ഡേഞ്ചറസ്. മൈക്കിൾ ജാക്സന്റെ അലർച്ച, ഡ്രമ്മിൻ്റെ മുഴക്കം. ഭദ്രൻ ഒരടിക്ക് സ്പീക്കർ തകർത്തു. ഭദ്രൻ താണ്ട ഡേഞ്ചറസ്, അയാൾ മുറുമുറുത്തു. പൊട്ടിയ സ്പീക്കറിൽ നിന്നും പതറിയ ശബ്ദം പിന്നെയും കേട്ടു. ഡേഞ്ചറസ്. പോലീസ് പിന്നാലെയുണ്ടായിരുന്നു. റെയിലിലൂടെ ഓടുന്ന ജീപ്പും പിന്നാലെ വരുന്ന ട്രെയിനും കണ്ട് കാഴ്ചക്കാർ അമ്പരന്നു. മനുശങ്കർ റിവോൾവറുമായി കുതിച്ചു ചെന്നു. ട്രെയിൻ അലറിപ്പാഞ്ഞു വന്നു. ജീപ്പിൻ്റെ ടയറുകൾ വെടിവെച്ച് തകർത്താൽ ട്രെയിൻ അതടിച്ച് തകർക്കും. മനു നിറയൊഴിക്കാൻ സൗകര്യം കിട്ടുന്നതിന് മുമ്പ് ട്രെയിനിൻ്റെ എൻജിൻ മുന്നിൽ കടന്നു. മനു വീണുപോയി. ആ കിടപ്പ് തീവണ്ടിക്കിടയിലൂടെ കണ്ടു. ജിപ്സി ട്രാക്ക് കടന്നു പോകുന്നു. പുല്ലാനികൾ നിറഞ്ഞ മലഞ്ചെരുവിൽ നടന്നാൽ റോഡാണ്. അപ്പുറത്ത് ചാർച്ചലിൻ്റെ നഗരമാണ്. ചർച്ചിൽ രംഗരാജൻ്റെ സാമ്രാജ്യം. ട്രെയിൻ കടന്നുപോയി. ഒരു കൊടുങ്കാറ്റ് പോലെ. ജിപ്സി മറിഞ്ഞു കഴിഞ്ഞു. ഡെവിൾ. മനു പല്ലു ഞെരിച്ചു. CI രാജേന്ദ്രനും പോലീസുകാരും ഓടി വന്നു. രാജേന്ദ്ര സർ. CI സല്യൂട്ട് ചെയ്തു. ഞങ്ങളെ ആക്രമിച്ച് അവർ രക്ഷപ്പെട്ടു സർ. രാജേന്ദ്രൻ്റെ കൈമുട്ടുകളിൽ നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. യൂണിഫോം ഇട്ട് കവാത്ത് നടത്തുന്നതല്ലാതെ തന്നെയൊക്കെ വല്ലതിനും കൊള്ളാമടോ, മനുശങ്കർ അലറി അടക്കാനാവാത്ത രോഷത്തോടെ. സർ. രാജേന്ദ്രൻ പരുങ്ങി. എത്ര ദേഷ്യപ്പെട്ടാലും സാർ എന്ന പ്രതികരണമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ മനു കാറിനടുത്തേക്ക് നടന്നു. മനുശങ്കർ ഹോസ്പിറ്റലിൽ പോയി മുറിവുകൾ ഡ്രസ്സ് ചെയ്തു. തിരുമ്പ് ചികിത്സാലയത്തിൽ ചെന്ന് ചതവുകൾ തിരുമി. തിരികെ വീട്ടിൽ വരുമ്പോൾ അമ്മയും അച്ഛനും പരിഭ്രാന്തരായിരുന്നു. എന്തുപറ്റി മോനെ? ഞങ്ങളാകെ ഭയന്നു പോയല്ലോ. ഒന്നും സംഭവിച്ചില്ല, ഭാഗ്യം കൊണ്ട്, മനു പറഞ്ഞു. ഭദ്രൻ മോനെ ഉപദ്രവിച്ചോ? അച്ഛൻ തിരക്കി. നിന്റെ മുഖവും കൈകളും ഒക്കെ ചുവന്നു തടിച്ചിരിക്കുന്നല്ലോ കുട്ടി. അവനെന്നെ കൊല്ലാനാണ് വന്നത്. എൻ്റെ തല വെട്ടിയെടുത്ത് അവന് ഗേറ്റിന് മുന്നിൽ അലങ്കലിച്ച് വയ്ക്കണം പോലും. അവൻ്റെ നട്ടല് ഞാൻ അടിച്ചാനെ. അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ അവൻ എൻ്റെ വലയിൽ തന്നെ വരും. ഇത്ര നാളും ജയിലിൽ കിടന്നിട്ടും അവൻ പഠിച്ചിട്ടില്ല. ഞാനവനെ വെറുതെ വിടില്ല, മനു രോക്ഷത്തോടെ പറഞ്ഞു. എൻ്റെ കുട്ടി, നീ ഇനി ആ നീചനോട് വഴക്കിന് പോകണ്ട. അമ്മ വിങ്ങിപ്പൊട്ടി. നീ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുമാത്രം വേദനിച്ചു എന്നറിയാമോ? ചർച്ചിൽ രംഗരാജനും മക്കൾക്കും വീടും ജയിലും ഒക്കെ ഒരുപോലെയാണ്. കൊല്ലാനും മരിക്കാനും പായില്ല. പക്ഷെ എൻ്റെ കുട്ടി, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്കാരാ ഉള്ളത്? തെമ്മാടികൾ തെരുവിലിട്ട് പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലാനാണോ ഞങ്ങൾ ഇത്രയും നിന്നെ വളർത്തിയത്? ഹൃദയത്തിൽ തട്ടിയാണ് അമ്മ അത് പറഞ്ഞത്. മനുശങ്കറിന് വേദനിച്ചു. അമ്മയ്ക്കറിയാമല്ലോ ഈ മനുവിനെ. ഒരു ചർച്ചിലിനെയും എനിക്ക് ഭയമില്ല. അവനൊരു ഭദ്രനാണെങ്കിൽ ഞാൻ രുദ്രനാണ്. അവനെ തറ പറ്റിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ IPS എടുത്തത്? ഈ മനുവിനെ നിങ്ങൾ എന്തിനാണ് പോലീസുകാരനാക്കിയത്? മനുശങ്കർ ശബ്ദമുയർത്തി ചോദിച്ചു. കുറ്റവാളികളെ ശിക്ഷിക്കാനല്ലേ? ഒരു നല്ല പോലീസ് ഓഫീസർക്ക് കഴിയേണ്ടത് നീതി നടത്താൻ എനിക്ക് കഴിയില്ലെങ്കിൽ അന്ന് ഞാൻ ഈ സർവീസ് റിവോൾവർ കൊണ്ട് ഈ പീക്യാപ്പ് വെച്ച തല വെടിവെച്ച് തുളയ്ക്കും. പിന്നെ മനുശങ്കർ ഉണ്ടാവില്ല. കുട്ടി, അച്ഛൻ വേദനയോടെ വിളിച്ചു. കൂടുതലെന്തെങ്കിലും പറയാൻ അദ്ദേഹം അശക്തനായിരുന്നു. ആ ചെകുത്താൻ കുമാരിയമ്മയുടെ വീട്ടിൽ ചെന്നാലോ മോനെ? ആ പെൺകുട്ടികൾക്ക് വേറൊരു അഭയമില്ല. അമ്മ പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം അമ്മേ, മനു പറഞ്ഞു. അപ്പോഴാണ് അകത്ത് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത്. മനു ചെന്ന് അറ്റൻഡ് ചെയ്തു. യെസ് മനുശങ്കർ. മൗത്ത് ഓർഗൻ്റെ ശബ്ദമാണ് മറുപടിയായി കേട്ടത്. ഒരു മൃദുഗീതം പോലെ വികൃതമായ ശബ്ദം.
ചർച്ചിൽ രംഗരാജൻ്റെ രൂപം. മനസ്സിൽ അത് തെളിയുകയായിരുന്നു മനുവിന്. യു റാസ്കൽ പല്ല് ഞെരിച്ചു. ആ പറഞ്ഞത് നിൻ്റെ അപ്പൻ്റെ പേര്. ഞാൻ ഭദ്രൻ്റെ അപ്പൻ. ചർച്ചിൽ രംഗരാജൻ, ദ ഗ്രേറ്റ് ഡെവിൾ. മറുവശത്തു നിന്നും പരുക്കൻ ശബ്ദം. അതേസമയം ഇടയ്ക്കിടെ അതിനൊരു സ്ത്രൈണഭാവവും. നിന്റെ മകൻ ഇത്തവണ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ റാസ്കൽ, നീ ഓർത്തോ, എവിടെ ഒളിച്ചിരുന്നാലും അവനെ ഞാൻ പൊക്കും. ഒരു ചൂളം വിളിയായിരുന്നു അതിന് മറുപടി. പൊക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് പറയട്ടെ, ഇതുവരെ നീ കളിച്ചു, ഇനി കരുക്കൾ നിൽക്കുന്നത് ഞാനാണ്. ചർച്ചിലിൻ്റെ രീതികൾ നിനക്കറിയാമല്ലോ. നമുക്ക് മുഖത്തോട് മുഖം അടിക്കാം, നോക്കിക്കോ. ഷട്ടപ്പ് ബാസ്റ്റഡ്, മനു അലറി. വെളിയിൽ നിന്ന് അച്ഛനും അമ്മയും പോലും നടുങ്ങിപ്പോയി. അതിൻ്റെ മറുപടി മൗത്ത് ഓർഗൻ്റെ ശബ്ദമായിരുന്നു. ലൈൻ ഡിസ്കണക്റ്റായി. ബംഗ്ലാവിലെത്തിയ ഭദ്രൻ ചൂടുവെള്ളം നിറച്ച ബാത്തിൻ ടവലിൽ കിടന്നു. ശിങ്കിടികൾ അയാളുടെ മുതുക തടവി. കുളി കഴിഞ്ഞ് വന്ന അയാൾക്ക് വിദേശ മദ്യങ്ങളും ഭക്ഷണങ്ങളും തയ്യാറായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ ഭദ്രൻ ചിരിച്ചു. എനിക്ക് അവളെ വേണം, പിടിച്ചു കെട്ടി കൊണ്ടുവാടാ. അയാൾ മുരണ്ടു. ആരാ മുതലാളി? ഒരുവൻ ചോദിച്ചു. ഞാൻ കൊന്നവളുടെ അനുജത്തി, ഭദ്രൻ പറഞ്ഞു. ഇതിലേതാ? ഒരുവൻ പോക്കറ്റിൽ നിന്നും 4 ഫോട്ടോകൾ എടുത്ത് കാണിച്ചു. ഇത് പഴയ ഫോട്ടോയില്ലേ? പുതിയതെവിടെ? ഭദ്രൻ മുരണ്ടു. ഇതാ ഇവിടെ ഉണ്ട്. ഇടതുവശത്ത് നിന്നവൻ പോക്കറ്റിൽ നിന്നും 3 ഫോട്ടോകൾ എടുത്തു. ചീട്ട് പിടിക്കുന്ന പോലെ പിടിച്ചു. സാരിയും ധാവണിയും ധരിച്ച സുന്ദരികൾ. എല്ലാം വളർന്നു അല്ലേടാ? ഭദ്രൻ അവരെ സൂക്ഷിച്ചു നോക്കി. അതെ മുതലാളി, ഇവളല്ലേ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്? അയാൾ ഗീതിയുടെ ഫോട്ടോയിൽ വിരൽ ചൂണ്ടി. അതെ, എന്നാ അവളുടെ പേര്? ഗീതി. ഡാഷ് മോളെ എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, ശീഘ്രം വേണം. അന്നവളെ സാക്ഷിക്കുട്ടിൽ നിന്നും പറഞ്ഞത് ഇന്നെൻ്റെ കൂട്ടിൽ നിന്നും പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം. എന്താടാ നോക്കി നിൽക്കുന്നത്? പോടാ, ഭദ്രൻ മുരണ്ടു. ഗുണ്ടകൾ മുറിവിട്ടുപോയി. മനു, ഇന്ന് ഗീതി, നാളെ നീ. അയാൾ മനുവിനെ ഓർത്തുകൊണ്ട് മുരണ്ടു. ചർച്ചിലിൻ്റെ നഗരത്തിലൂടെ ആ ജീപ്പ് പാഞ്ഞുപോയി. ഗ്രാമത്തിൻ്റെ കവലയിൽ ജീപ്പ് വന്നപ്പോൾ ആളുകൾ ഭയന്നു. കുമാരിയമ്മയുടെ ഇളയമകൻ ഗോപു ഭദ്രൻ അവിടെ തേടി വരുമോ എന്നറിയാമായി കവലയിൽ കാത്തു നിന്നിരുന്നു. ജീപ്പ് കണ്ടപ്പോൾ അവൻ വീട്ടിലേക്ക് ഓടി. ജീപ്പ് പിന്നാലെ ചെന്നു. ആ 15-കാരൻ പയ്യൻ കാല് തട്ടി വീണു. ജീപ്പ് അവൻ്റെ മുകളിൽ കയറി നിന്നു. അമ്മേ, അവൻ നിലവിളിച്ചു. ജീപ്പിനടിയിൽ സുരക്ഷിതനായി കിടക്കുകയായിരുന്നു അവൻ. ഗുണ്ടകൾ അവനെ വലിച്ചെടുത്തു. നീ എന്തിനാടാ ഓടിയത്? ഒരുവൻ ചോദിച്ചു. നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാ. എൻ്റെ ചേച്ചിമാരെ ഒന്നും ചെയ്യരുത്. അവനെ ഈയൽ പോലെ വിറക്കുകയായിരുന്നു. ഒരുവൻ ഗോപുവിൻ്റെ മുഖമടച്ച് ഒരടി കൊടുത്തു. അവനെടുത്ത് കയ്യാലപ്പുറത്തേക്കിട്ടു. അതൊരു പന്നിക്കൂടായിരുന്നു. പന്നികളുടെയും ഗോപുവിൻ്റെയും കരച്ചിൽ കേട്ടു. അയൽക്കാരെ ഓടിക്കൂടി. കുമാരിയമ്മയുടെ കൊച്ചു വീടിന് മുന്നിൽ ജീപ്പ് പൊടിപറത്തി നിന്നു. ഇടംതിണ്ണയിൽ തയ്യൽ മെഷീനുകളിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെൺകുട്ടികൾ. ഭയന്നോടി. ശത്രുരാജ്യത്തേക്ക് ഇരച്ചു കയറുന്ന പട്ടാളക്കാരെ പോലെ ശത്രുക്കളെ പാഞ്ഞു നിന്നു. തുടരുതെൻ്റെ മക്കളെ. കുമാരിയമ്മ വെട്ടരിവാളുമായിട്ട് പാഞ്ഞു വന്നു. കൊല്ലും ഞാൻ, അവരെല്ലാറി. ഇറങ്ങട വെളിയിൽ. ഒരു ഗുണ്ട അവരെ വെട്ടരിവാളുള്ള കയ്യിൽ പിടിച്ചു നിർത്തി. ആ മെലിഞ്ഞ കൈ തടിയൻ്റെ മുഷ്ടിക്കുള്ളിൽ ഞെരിഞ്ഞു. നിനക്ക് വെട്ടണോടി? അയാളവരുടെ കരണത്തൊരടി. എൻ്റെ ദൈവങ്ങളെ, ആ സാധു ബോധം കെട്ടു വീണു. വേലിക്കലും പറമ്പിലുമായി വന്ന ആൾക്കാരോട് ഗുണ്ടകൾ അലറി. സാക്ഷി പറയാൻ തൻ്റെ ഉള്ളവർ വന്നാൽ മതി. ആരും അനങ്ങിയില്ല. മുന്നിൽ തീക്കടൽ കിടക്കുന്നത് പോലെ. ഗുണ്ടകൾ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് വെള്ളരിപ്രാവുകളെ ചിറകടിക്കുന്ന പോലെ ആ പെൺകിടാങ്ങളുടെ നിലവിളി ഉയർന്നു. കുമാരിയമ്മയുടെ വീട്ടിൽ നിന്നും കൂട്ടം നിലവിളി കേട്ടിട്ടും അയൽക്കാരും ചെന്നില്ല. പുരുഷന്മാർക്കാർക്കും ധൈര്യമില്ലായിരുന്നു. സ്ത്രീകൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഗീതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് 3 പേർ മുറ്റത്തേക്കിറങ്ങി. വീണ് കിടന്ന കുമാരിയമ്മ എഴുന്നേറ്റു. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോരുത്, ഇനിയും ഞങ്ങളെ ദ്രോഹിക്കരുതേ, അവർ കൈകൂപ്പി അപേക്ഷിച്ചു. ഇളയവരായ ഇന്ദുവും ബിന്ദുവും ഗീതയുടെ പേര് വിളിച്ച് കരയുകയായിരുന്നു. എന്നെ രക്ഷിക്കണേ, ഗീതയുടെ നിലവിളി. ഇവിടെ ഞങ്ങൾ കൊണ്ടുപോകാം. ഭദ്രം മുതലാളി കൊല ചെയ്യുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാമെന്ന് ചർച്ചിൽ മുതലാളി പറഞ്ഞല്ലേ? ഒരുവൻ കുമാരിയോട് ചോദിച്ചു. എൻ്റെ ചേച്ചിയെ കുത്തിക്കൊല്ലുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ മുന്നിലിട്ടാ കൊന്നത്. ഭദ്രനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോടതിയിൽ അത് പറഞ്ഞത്.
അവനെ തൂക്കിക്കൊല്ലണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കരച്ചിലിനിടയിൽ ഗീതി വീറോടെ പറഞ്ഞു. കൊള്ളാം, ജയിലിൽ നിന്നും വന്ന ഉടനെ നിനക്കുള്ള സമ്മാനം തരാനാണ് മുതലാളി നിന്നെ വിളിക്കുന്നത്. അവളെ എടുത്ത് വണ്ടിയിലിട. സംഘനേതാവ് മുന്നിൽ നടന്നു. അവൻ്റെ കയ്യിലായിരുന്ന കുമാരി അമ്മയുടെ വെട്ടരിവാൾ. മറ്റുള്ളവർ ഗീതയെ വലിച്ചു കൊണ്ടുപോയി. എൻ്റെ മോളെ, കുമാരിയമ്മ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. അവർ പിടിക്കുന്നതിന് മുമ്പ് ഗുണ്ട തിരിഞ്ഞു തല്ലി. കുമാരിയമ്മ പെൺകുട്ടികൾ അമ്മയെ പിടിച്ചു. പല്ലുകൾ അടർന്ന അവരുടെ വായിൽ നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. വെട്ടരിവാൾ കയ്യിലിരുന്നവൻ പെൺകുട്ടികളുടെ നേരെ ഭീഷണിപ്പെടുത്തി. മിണ്ടരുത്, അരിഞ്ഞു കളയും ഞാൻ. ആ അലർച്ച അവരുടെ നിലവിളിയെ കണ്ടത്തിൽ തടുത്തു. എൻ്റെ അമ്മ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ, ഗീത നിലവിളിച്ചു. അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആണുങ്ങൾ ആരുമില്ലടാ ആ കുട്ടിയെ രക്ഷിക്കാൻ. ആ കാഴ്ച കണ്ട് മനം നൊന്ത ഒരു വൃദ്ധൻ വിളിച്ചു ചോദിച്ചു. നിങ്ങളുടെ അമ്മയോ പെങ്ങളോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ കാഴ്ച കണ്ട് രസിക്കാൻ നിൽക്കുമായിരുന്നോടാ. മിണ്ടല്ല തള്ളേ, അവന്മാർ കൊല്ലും, ഒരാൾ പറഞ്ഞു. ഫു, മീശ വെച്ചുകൊണ്ട് നടക്കുന്ന നാണമുണ്ടാ എരപ്പാളി നിനക്ക്, വൃദ്ധ ആട്ടി. അപ്പോഴേക്കും വേരിക്കൽ നിന്നവരുടെ ഇടയിൽ നിന്നും ഒരാരവം ഉണ്ടായി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.